ഐലൻഡ് വീഡിയോസൊക്കെ കണ്ടിട്ട്. അപ്പോൾ ആക്ച്വലി എൻ്റെ അമ്മയുടെ ഫോൺ ഇത്തിരി പ്രോബ്ലംസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അത് കാരണം വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഗായ്സ് ഈ ഒരു 1 വീക്കൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ വീഡിയോസ് ഇട്ടിട്ട്. 1 വീക്ക് ആയിട്ടുണ്ടാവില്ല, ഇത്തിരി കൂടുതൽ ഡേയ്സ് ആയിട്ടുണ്ടാവും എന്തായാലും. ഇന്നപ്പോൾ ഗായ്സ് ഗ്ലോബൽ വില്ലേജിന് ദുബായിലുള്ള ഗ്ലോബൽ വില്ലേജിലേക്ക് ഞങ്ങൾ പോവാണ്. അപ്പോൾ അതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഉണ്ട്. അനിയത്തി ഉറങ്ങിയിട്ട് ഗൈസ്, അല്ലുട്ടി ഉറങ്ങി, അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഞാനുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഹൈവേയിലാണ്. എത്താൻ ഇനി ഇത്തിരി കൂടെ മിനിറ്റ്സ് ഉള്ളോന്ന് തോന്നുന്നുണ്ട്, അറിയില്ല പ്രോപ്പർലി. എത്ര മിനിറ്റ്? ഹാഫ് അവർ ഉണ്ടോ? ഗൈസ് ഇനിയും ഹാഫ് അവർ ഉണ്ട്. അപ്പം എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അപ്പം ഗൈസ് ഞങ്ങളിവിടെ ഗ്ലോബൽ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടുത്തെ എൻട്രൻസ് ആണ്, ഞങ്ങളെ കയറാൻ പോവാണ്. അപ്പം അതേ ഇവിടെ അല്ലു ഉറങ്ങിപ്പോയി കുട്ടി, അല്ലെങ്കിൽ കാണരുത് കാഴ്ചകളെല്ലാം. എന്തായാലും ഉടനെ തന്നെ എനിക്ക് എന്തായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോവാം. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്. എൻ്റെ മാമനും വന്നിട്ടുണ്ട്. അതേ അച്ഛനുണ്ട്. ഞങ്ങളിപ്പോൾ അതേ ഒരു സ്പേസ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, എല്ലാത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് അനിഷ്ടൊക്കെ വിളിച്ചിട്ടുണ്ട്. അച്ഛൻ ഞങ്ങളുടെ എൻ്റെ അമ്മയുടെയും അല്ലുവിൻ്റെയും നിക്നെയിംസ് ബാങ്കിളിൽ കാണിച്ചു. ഗൈസ് ഞങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അച്ഛൻ്റെ ഇത് നുന്നു അല്ലു ചിഞ്ചു എന്ന് അടിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ബ്ലാക്ക് കളറാണ്. കാരണം ഞാൻ മറ്റാണല്ലോ പഠിച്ച്, ഇങ്ങനെ പിടിച്ചാലല്ലോ ഫുൾ സ്ക്രീൻ ആവും. പിന്നെ അത് ചിഞ്ചു, നുന്നു, അല്ലു. അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ ഇന്ത്യൻ പവലിയനിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൂടുതൽ ഇന്ത്യൻ ഫുഡ്സ് വേണ്ട, പാനിപൂരി, ഇന്ത്യൻ ഫുഡ്സ്, പിന്നെ ഇന്ത്യൻ ഡ്രസ്സസ്, അതന്നെ നമ്മളുടെ ഇന്ത്യയിൽ കാണാൻ തന്നെ. ഞങ്ങൾക്ക് മാറ്റി പിടിക്കണം, ഇനി വേറെ എങ്ങോട്ടെങ്കിലും പോവാം, വേറെ ഏതെങ്കിലും പവലിയിലേക്ക് പോവാം. അവിടെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് ഞാനിവിടെ നിൽക്കുന്നത് ഇന്ത്യൻ പവലിയനിലാണ്. അതേപോലെ ഇവിടെ 25 എബോവ് പവലിയൻസ് ഉണ്ട്. അതേപോലെ തന്നെ 200 എബോവ് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. ഓരോ പവലിയൻസിലും ഓരോ കൾച്ചറാണ്. അവരുടെ കൾച്ചറും ഡ്രസ്സസും ഡാൻസും പ്രോഗ്രാംസും പിന്നെ ഓരോ ഫുഡ് ടൈപ്പും നമുക്കെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് ഗൈസ് ഈ ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത്. ഈ ഗ്ലോബൽ വില്ലേജ് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഫുള്ള് ഒരു വേൾഡ് ടൂർ പോയ പോലെയാണ്, എല്ലാം കാണാൻ പറ്റും. അപ്പോൾ നമുക്കെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനും കാണാനും പറ്റിയ സൂപ്പർ സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ്. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. നല്ല കൾച്ചേഴ്സൊക്കെ എല്ലായിടത്തും കാണാം. പിന്നെ ഗൈസ് ഇത്തിരി ഫയർ വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ചൈന പവലിയൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ കുറേ ഫയർ വർക്ക്സ് ഒക്കെ കണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ അതേ എൻ്റെ അല്ലുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്, അവൾ ദോശയും കഴിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. And where are you from? I'm from India. From India, all right. Is this your first time here? No. Okay, that's very good. Are you ready to play? Okay, listen. This is your question.
Is Global Village closed on Monday? No. And that's correct. You got a chance to spin the wheel. Congratulations. Whoa. Spin the wheel. You got entry ticket to Real Madrid World. Congratulations and thank you so much for playing. Hello, sir. Hello, sir. All right. May I know your name and where are you from? India. ഗൈസ്, ഇതാണ് അറബിക് പീപ്പിൾസിൻ്റെ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബ്രെഡ്. ഇതിൻ്റെ ഉള്ളിൽ എഗ്ഗും ചീസും ചിപ്സുമാണ് ഇടണേ. സൂപ്പർ ടേസ്റ്റുള്ളൊരു ഡിഷാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഗൈസ്. ഞാൻ കഴിക്കാൻ പോവാണ് മറ്റേ ഒട്ടോബക്സ്. ഇപ്പം എങ്ങനെ ഉണ്ടാവും അറിയില്ല, എന്തായാലും കഴിച്ചു നോക്കാം. ഫുള്ള് വേവിച്ചിട്ടില്ലേ? ഞാൻ കഴിച്ചാൽ നോടിയാ സിനിമ അമ്മ കഴിച്ചാൽ കൂന്തലിന്റെ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ടേസ്റ്റ് ഇല്ല.